വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. അപ്പോൾ നമ്മുടെ എക്സാം ഒക്കെ അടുത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പുസ്തകമൊക്കെ എടുത്ത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് എല്ലാം കൂടെ ഒന്നും പഠിച്ചു തീർക്കാൻ പറ്റുന്നില്ല എന്നൊരു റിയാലിറ്റിയിലോട്ട് നിങ്ങൾ എത്തിയത്. അപ്പോൾ കുറേ അധികം ആളുകൾ ചോദിക്കേണ്ട മിസ്സേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, മിസ്സേ പാസ്സാകാൻ എന്ത് പഠിക്കണം അല്ലേ? അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്കുള്ള ഒരു ആൻസറുമായിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒന്നും പഠിക്കാൻ തുടങ്ങാത്ത ആളുകൾ, കുറച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ച ആളുകൾ, അല്ലെ പഠിച്ച സാധനം മറന്നു പോകുന്ന ആളുകൾ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മൾ പഠിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്ററിൽ നിന്ന് പഠിക്കും. അപ്പോൾ ഈ ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്റർ എടുത്തുള്ള വെയിറ്റേജ് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ കിട്ടിയിരുന്നു. അപ്പോൾ ഈ ചാപ്റ്റർ എടുത്ത് പഠിക്കുമ്പോഴും ഇതിനെങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അറിയില്ല. കുറേ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതേ ആൻസറിലോട്ട് എത്താൻ പറ്റുമോ അല്ലേ? അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൂടിയ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളാണ്. ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വരാം എന്നുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 ചാപ്റ്റർ, നമുക്ക് 8 ചാപ്റ്റർ ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെയിറ്റേജ് ഉള്ള ഒരു 4 ചാപ്റ്ററാണ് വരുന്നത്. ആ ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു A+ ഒക്കെ കിട്ടാനുണ്ട്. അപ്പം നമ്മളൊക്കെ ഒന്ന് വേണം, നമ്മളെല്ലാം പഠിക്കണം അങ്ങനെയല്ല. A+ കിട്ടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർക്ക് A+ലോട്ട് എത്താൻ പറ്റാത്തത് ഇവരെല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഏത് ചാപ്റ്ററാണെന്ന് ചിലപ്പോൾ മനസ്സിലാകാണ്ട് പോകും, അല്ലെങ്കിൽ ഇതിന് ആൻസർ എങ്ങനെ എഴുതണം. അവരെല്ലാം പഠിക്കുന്നുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്നൊരു കാര്യം. അപ്പം ഇപ്പം പല ആൾക്കാരും പഠിക്കാനൊക്കെ പുസ്തകമൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും എടുത്ത് നോക്കും, കുറച്ച് നേരം ഉറക്കം വരുന്നു, കുറച്ച് നേരം ക്ഷീണം വരുന്നു, അല്ലെങ്കിൽ ഒരു ഫോൺ നോട്ടിഫിക്കേഷൻ കണ്ടു, റീൽസ് കണ്ടു, പിന്നെ ആ വഴിക്ക് അങ്ങ് പോവുകയാണ്. ഇരുന്ന് പഠിക്കണമെന്ന് ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലും പ്രാക്ടിക്കലി പോസിബിൾ ആകുന്നില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. കാരണം ക്വസ്റ്റ്യൻ കാണാൻ എനിക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻ എനിക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കുറച്ചൊരു പഠിക്കാൻ ഒരു മോട്ടിവേഷൻ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ലെവൽ എന്താണെന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ചാപ്റ്ററാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊന്ന് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ബിസിനസ് സർവീസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ്. ഈ 4 ചാപ്റ്ററാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആ ചാപ്റ്റർ ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻസും ഇതിൻ്റെ ആൻസേഴ്സ് എഴുതാവുന്ന രീതിയിൽ നിങ്ങൾ ആൻസേഴ്സ് പഠിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം കുറേ സ്കിപ്പ് ചെയ്യാനല്ല, ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ്, ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ രീതി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഈ ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ട് സാധിക്കും. ബാക്കി പഠിക്കേണ്ട എന്നല്ല കേട്ടോ. അപ്പോൾ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സോൾ പ്രൊപ്പറേറ്റർ ആൻഡ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പും സോൾ പ്രൊപ്പറേറ്റർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് എക്സാമിന് ചോദിച്ചു കാണും. പല കമ്പാരിസണും ചോദിക്കാം. അതിലിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജോയിൻ ഹിന്ദു ഫാമിലി വയ്ക്കാം, കോപ്പറേറ്റീവ് സൊസൈറ്റി വയ്ക്കാം. പക്ഷേ ഈ ഒരു ചോദ്യമാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ടും റിപ്പീറ്റായി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. ഇനി അടുത്ത ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ്. ഇത് 8 മാർക്കിന് വരെ ചോദ്യം ചോദിക്കുന്നതാണ്. വാട്ട് ഈസ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, വാട്ട് ആർ ഫീച്ചേഴ്സ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ ആണ് വാട്ട് ഈസ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, സ്റ്റേറ്റ് ഇറ്റ്സ് കോണ്ടന്റ്സ്. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെ, ഓക്കെ, എന്തെല്ലാം കണ്ടന്റുകളാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വാട്ട് ആർ ദ കണ്ടന്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് വെച്ചാൽ പാർട്ട്നേഴ്സ് തമ്മിൽ എത്തുന്ന എഗ്രിമെന്റ് ആണ്. ഓക്കെ, ഫൈൻ. പിന്നെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഓക്കെ, അത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ കൂടുതലും ഫീച്ചേഴ്സ് ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളതെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പം സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പഠിക്കുമ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് നിങ്ങളോട് കൊടുക്കുക. ഇനി പാർട്ട്ണർഷിപ്പിലോട്ട് വരുന്ന സമയത്ത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ കൂടുതൽ ചോദിക്കുന്നത് ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ്. ഒരു 2 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് സ്ഥിരമായി ചോദിച്ച് കാണുന്നതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്. നിങ്ങൾ 8 മാർക്ക് നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്ത് ചെയ്യുന്നുണ്ട്, 2 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻസിലോട്ട് വരുന്ന സമയത്ത് എന്താണ് പാർട്ട്ണർ, ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ്, സ്ലീപ്പിംഗ് പാർട്ട്ണർ, നോമിനൽ പാർട്ട്ണർ ഉണ്ട്, എന്താണ് അവർ തമ്മിൽ ഓരോരുത്തരുമുള്ള വ്യത്യാസം എന്ന രീതിയിലുള്ള ചോദ്യം നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലോട്ട് വരുമ്പോൾ വാട്ട് ആർ ദ മെറിറ്റ്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെറിറ്റ്സ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. സോ എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റി, വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി അതൊരു മെറിറ്റ് സൈഡ് ആണ് ഇതിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് മെറിറ്റ്സ് ആണ് അവിടെ കൂടുതലും ചോദിക്കാനായിട്ടുള്ള ഒരു സാധ്യത. കാരണം വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഒരു സർവീസ് ചെയ്യുന്നത്. അപ്പം അതിന്റെ ലിമിറ്റേഷനേക്കാളും മെറിറ്റ്സ് ആവാൻ ചോദിക്കാൻ സാധ്യത. പിന്നെ അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി. ഓക്കെ, പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി എന്നുള്ള ഡിഫറൻസ് നമ്മൾ ടേബിൾ ആയിട്ട് തന്നെ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും, ഒരുപാട് കാര്യങ്ങൾ ചാപ്റ്റർ ഉണ്ട്. ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പോകാവുള്ളൂ. ഓക്കെ, ഫൈൻ.
നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ നോക്കുന്ന സമയത്ത് ബിസിനസ് സർവീസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ബിസിനസ് സർവീസിലോട്ട് വരുന്ന സമയത്ത് ഗുഡ്സ് ആൻഡ് സർവീസ് തമ്മിലുള്ള ഡിഫറൻസ് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. അത് പഠിക്കാണ്ട് എക്സാമിന് പോകരുത്. അങ്ങനത്തെ ഒരു ചോദ്യം എക്സാം പേപ്പറിൽ ഉറപ്പായിട്ടും കാണും. ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അതാണ്. പിന്നെ നമ്മൾ കണ്ട ലൈഫ് ഇൻഷുറൻസ്, വാട്ട് ഈസ് ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ഫീച്ചേഴ്സ്. ഓക്കെ, ലൈഫ് ഇൻഷുറൻസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിന്റെ ഫംഗ്ഷൻസ്, അതായത് ഒന്നെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ്. ഇതാണ് എസ്സേ ചോദ്യം എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് നമ്മൾ ചോദിച്ച് കാണുന്നത്. അപ്പൊ ഒന്നെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് എന്താണ് അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് പഠിച്ചു വെക്കണം. ഓക്കെ, ദെൻ ഈ ബാങ്കിങ് എന്താണ്, ഇതിന്റെ സർവീസ് എന്താണ്, ഒരു 2 മാർക്ക് 3 മാർക്ക് ചോദ്യമൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. ട്രാൻസ്പോർട്ടേഷൻ ഇമ്പോർട്ടൻസ്, ഇതൊക്കെ കുറച്ച് പാസ്സാകാൻ വേണ്ടി നമുക്ക് ഇട്ട് തരുന്ന ചോദ്യങ്ങളാണ്. അപ്പം വെറുതെ തള്ളി വെക്കരുത്. എന്താണ് പോയിന്റ്സ് ഒരു തവണ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എന്തെങ്കിലും അവിടെ ചെന്ന് തള്ളി വെക്കാം എന്ന് വിചാരിക്കരുത്. കൃത്യമായിട്ട് ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടും. നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഏതൊക്കെയാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട് അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് അക്കൗണ്ട്, സേവിംഗ് അക്കൗണ്ട്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, അങ്ങനെ കുറെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് അക്കൗണ്ട് 2 മാർക്ക് 3 മാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇനി അടുത്തൊരു ചോദ്യമാണ് ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഓക്കെ, ഇതൊക്കെ ഓണം എക്സാം കഴിഞ്ഞിട്ട് വരുന്ന ജനറൽ ചാപ്റ്ററാണ് ഫോർമേഷൻ ഓഫ് കമ്പനി, സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ കൂടുതൽ വരാനായിട്ടുള്ള ഒരു സാധ്യത നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ 5 ക്വസ്റ്റ്യനുകൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എക്സ്പ്ലെയിൻ ദ സ്റ്റേജ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഫോർമേഷനിലുള്ള സ്റ്റേജസ് ഉണ്ട്. ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. ഓക്കെ, പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ട്, കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. ഓക്കെ, 5 സ്റ്റേജസ് ഒരു 5 മാർക്കിന്റെ ചോദ്യം ചോദിക്കാം. ദെൻ വാട്ട് ഈസ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഡെഫിനറ്റ്ലി ഒരു 1 മാർക്കിനെങ്കിലും നിങ്ങളോട് ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്നുള്ളതും അതിന്റെ കണ്ടന്റ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് പഠിക്കണം. ഇനി അടുത്താണ് വാട്ട് ഈസ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ചിലപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആവാൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണെന്നും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്താണെന്നുള്ളത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ പഠിച്ചു വെക്കണം. പിന്നെ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൂ ഈസ് എ പ്രൊമോട്ടർ, എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻസ് ഓഫ് പ്രൊമോട്ടർ. പ്രൊമോട്ടറിന്റെ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് എന്നൊരു കാര്യം കൂടി എന്ത് ചെയ്യാൻ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, അത് തമ്മിലുള്ള ഡിഫറൻസ്, പ്രൊമോട്ടർ, അവരുടെ ഫംഗ്ഷൻസ്, ദെൻ വാട്ട് ആർ ദ സ്റ്റേജസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിക്കുക. ഏകദേശം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് അവിടെ സെറ്റ് ആക്കാം. ലാസ്റ്റ് നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി ചോദിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചാപ്റ്ററാണ് സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ്. ഈ ഒരു ചാപ്റ്ററിലോട്ട് വരുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം എന്തുണ്ട്, നിങ്ങൾ ക്ലാസിഫിക്കേഷൻസ് കൃത്യമായിട്ട് പഠിച്ചേക്കുക. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം, വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ലോങ് ടൈം ഫിനാൻസ്. ലോങ് ടൈം ഫിനാൻസിന്റെ സോഴ്സസ് ഒരു 4 മാർക്ക് ചോദ്യം ചോദിക്കാം. ഓക്കെ, വാട്ട് ആർ ദ എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് ഫണ്ട്, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. അപ്പൊ കൃത്യമായിട്ട് ആ ഒരു ചോദ്യങ്ങൾ ഒരു 3 മാർക്കിനൊക്കെ ചോദിച്ചാൽ നമുക്ക് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഫണ്ട് 8 മാർക്കിന് എസ്സേ ക്വസ്റ്റ്യൻ മുമ്പത്തെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ദെൻ ഷെയർ ആൻഡ് ഡിബഞ്ചർ തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഷെയർ ആൻഡ് പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറും തമ്മിലുള്ള ഡിഫറൻസ്, ഇത് രണ്ടും നമ്മൾ ടേബിൾ ആയിട്ട് പഠിച്ചിട്ടുള്ള. അപ്പൊ അങ്ങനത്തെ ടേബിൾ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചൊരു ഈസിയാണ്. എക്സാമിന് അങ്ങനത്തെ ചോദ്യങ്ങൾ ഡെഫിനറ്റ്ലി ഒരു ഡിഫറൻസ് എന്തായാലും ചോദിക്കും. അപ്പൊ കൃത്യമായിട്ട് ആ ടേബിൾ വരച്ചിട്ട് തന്നെ എഴുതാം. ദെൻ റീറ്റേൺ ഏർണിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും കൃത്യമായിട്ട് പഠിച്ചു കൊടുക്കുക. ദെൻ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് പബ്ലിക് ഡിപ്പോസിറ്റ്. ഓക്കെ, അതെന്താണ് എന്നൊരു കാര്യം, പബ്ലിക് ഡിപ്പോസിറ്റ് എന്താണെന്നുള്ള ഒരു കാര്യം ഒരു 2 മാർക്കിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 4 മാർക്ക് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ദെൻ അടുത്താണ് സ്റ്റേറ്റ് ഷോർട്ട് ടൈം, മീഡിയം ടൈം, ലോങ് ടൈം സോഴ്സ് ഓഫ് ഫണ്ട്. ഓക്കെ, ഷോർട്ട് ടൈം എന്താണ്, മീഡിയം ടൈം എന്താണ്, ലോങ് ടൈം എന്താണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 3 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻ അവിടെ എക്സ്പെക്ട് ചെയ്യും. ദെൻ ട്രേഡ് ക്രെഡിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ ആൻഡ് ലോൺസ് ഫ്രം ബാങ്ക്. ഓക്കെ, ഇതൊക്കെ ഒരു 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിൽ നിങ്ങൾ അതിന് ആൻസർ എഴുതാനായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ സോഴ്സസ് ഓഫ് ഫണ്ടിൽ മെയിൻ ആയിട്ട് ക്ലാസിഫിക്കേഷൻസ് പഠിക്കുക. ഏത് ക്ലാസിഫിക്കേഷൻ ചോദിച്ചാലും അതിന്റെ കീഴിൽ വരുന്ന ഏതാണ് എന്ന കാര്യം കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എന്താണ് ട്രേഡ് ക്രെഡിറ്റ്, എന്താണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഡിഫറൻസ്, അതായത് ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും തമ്മിലുള്ള ഡിഫറൻസ്, ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ അത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത്. ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഫണ്ട് ഏതാണെന്ന് ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ആ ക്ലാസിഫിക്കേഷൻ നമ്മളൊരു ടേബിൾ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ആ ക്ലാസിഫിക്കേഷൻസും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഇതാണ് ഏറ്റവും കൂടുതൽ, അതായത് ഏകദേശം നിങ്ങളുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ പോകുന്ന ഈ ഒരു ചാപ്റ്ററുകളിൽ നിന്ന് തന്നെ ആയിരിക്കാം. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇത്തരം ചോദ്യങ്ങളാണ് മുമ്പത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത ശേഷം ഈ വർഷം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളോട് നമ്മൾ നോക്കിയ ശേഷം നമ്മൾ അനലൈസ് ചെയ്തെടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ അപ്പം അങ്ങനെ ഒരു സ്റ്റഡി പാറ്റേൺ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്തെടുക്കുക. ഈ ക്വസ്റ്റ്യൻസ് തന്നെ എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.